അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തെറ്റ് സംഭവിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. പ്രവാചകന്മാർ മാത്രമാണ് അതിൽ നിന്ന് മുക്തരായിട്ടുള്ളത്. അല്ലാത്ത ഏതൊരാൾക്കും തെറ്റ് സംഭവിക്കും. ഖാലി എന്നോ ഖതീബെന്നോ തങ്ങളെന്നോ സാധാരണക്കാരനെന്നോ അതിൽ വ്യത്യാസമില്ല. താൻ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ മാപ്പ് ചോദിക്കുകയാണ് വേണ്ടത്. അതൊരു മനുഷ്യന്റെ ഏറ്റവും നല്ല ക്വാളിറ്റിയാണ്. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ചെയ്തിട്ടുള്ളത്. തെറ്റാര് ചെയ്താലും, സാധാരണക്കാരൻ ചെയ്താലും അസാധാരണക്കാരൻ ചെയ്താലും തങ്ങൾ ചെയ്താലും തെറ്റ് തന്നെയാണ്. തങ്ങളാകുമ്പോൾ അഹ്ലു ബൈത്ത് എന്ന നിലക്കുള്ള ബഹുമാനം വകവെച്ചു കൊടുത്തുകൊണ്ട് അവർ ചെയ്ത തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ പണ്ഡിതന്മാർക്ക് ബാധ്യതയുണ്ട്. ഒരുപക്ഷെ താൻ പറയുന്നതോ ചെയ്യുന്നതോ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കില്ല തങ്ങന്മാർ ചെയ്തിട്ടുണ്ടാവുക. അവർക്ക് മതവിധി വേണ്ട വിധത്തിൽ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പോൾ അവർ ചെയ്ത തെറ്റിന് അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ അത് ആവർത്തിച്ചു കഴിഞ്ഞാൽ, അത് തെറ്റാണെന്നറിയുന്ന പണ്ഡിതന്മാർ മൗനം പാലിച്ചാൽ ആ പണ്ഡിതന്മാരാണ് തെറ്റുകാർ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാരനെന്നോ പ്രമാണിയെന്നോ സാമ്പത്തിക ശേഷിയുള്ളവനെന്നോ സ്വാധീനമുള്ളവനെന്നോ നോക്കാതെ പണ്ഡിതന്മാർ അവരുടെ കർത്തവ്യം നിർവഹിക്കണം. തങ്ങൾക്കത് തിരുത്തി കൊടുത്തത് കൊണ്ടാണ്, അദ്ദേഹത്തിന് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സ്വാധീനവും രാഷ്ട്രീയവും നോക്കി മിണ്ടാതിരുന്നെങ്കിൽ അത് തെറ്റാണെന്നറിയാതെ പോയ തങ്ങൾ ഇത് കേട്ടുനിന്ന പണ്ഡിതന്മാരുടെ നേരെയാവും വിരൽ ചൂണ്ടുക. ദീനിന് വിരുദ്ധമായി തങ്ങൾ പറഞ്ഞപ്പോൾ തന്റെ ആഖിറ വിജയം ലക്ഷ്യം വെച്ചുകൊണ്ട് പണ്ഡിതൻ തിരുത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു. തങ്ങൾ തിരുത്തുകയും ചെയ്തു. അത് കേൾക്കാനായി പോകാം നമുക്ക് വീഡിയോയിലേക്ക്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 60ാമത് വാർഷിക മഹാസമ്മേളനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ സോവനീരിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ലേഖനമുണ്ട്. പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട ലേഖനം. അവിടെ ഒരു തൻ്റെടിയായ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ യഥാർത്ഥ ദാഇയായ ഒരു മനുഷ്യനെ കാണാൻ കഴിയും. രാഷ്ട്രീയക്കാരായ ഉമറാക്കൾ തന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ സ്ഥലകാല സാഹചര്യങ്ങൾ പോലും പാലിക്കാതെ മാനിക്കാതെ അള്ളാഹുവിൻ്റെ ദീൻ ഉറക്കെ പറയുന്ന, 1000 കുതിരശക്തിയോടെ അള്ളാഹുവിൻ്റെ ദീനിനെ പറയുന്ന ഒരു ആർജവത്തിൻ്റെ പരിച്ഛേദത്തെ നമുക്ക് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരിൽ കാണാൻ കഴിയുന്നുണ്ട്. ആ ലേഖനം ഇങ്ങനെ വായിക്കാം. വളരെ പ്രസക്തമായ ഒരു ലേഖനം. അന്ന് തിരൂരങ്ങാടിയിലെ നൂറുൽ ഹുദ മദ്രസയുടെ വാർഷിക സമ്മേളനം ബഹുമാനപ്പെട്ട ഷെയ്ഖ് ആദം ഹസ്രത്തിൻ്റെ മഹനീയാധ്യക്ഷതയിൽ റഷീദ് നഗറിൽ ചേരുകയായിരുന്നു. സമ്മേളന ഉദ്ഘാടകൻ അന്നത്തെ മുടിചൂടാ മന്നനായിരുന്ന ഖാൻ ബഹദൂർ PM ആറ്റക്കോയ തങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വങ്ങൾ വിവരിച്ച കൂട്ടത്തിൽ മുസ്ലിംകൾ ഭൗതിക വിദ്യാഭ്യാസം ഇല്ലാത്തതിനാലാണ് അധപ്പതിച്ചു പോയതെന്നും ഇമാം ഖസാലി തങ്ങൾ വിഷയകമായി ഇഹ്യ എന്ന പേരിൽ ഒരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് ഞാൻ എൻ്റെ ഇനിയുള്ള ജീവിതകാലം മുഴുവൻ അതിനുവേണ്ടി വിനിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഫാറൂഖ് കോളേജ് സ്ഥാപിക്കാനുള്ള പരിശ്രമമെന്നും എല്ലാവരും അതിന് സഹായിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിക്കുകയുണ്ടായി. ദീനീ വിജ്ഞാനത്തിന് ഊന്നൽ കൊടുക്കാനായി സംഘടിപ്പിച്ച ആ സമ്മേളനത്തിൽ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഉദ്ഘാടകൻ വിവരിച്ചത് പലർക്കും അസുഖമുണ്ടാക്കി. പക്ഷേ അതിനു മറുപടി പറയാൻ ആർക്ക് ധൈര്യം വരും? ഉദ്ഘാടകന്റെ പ്രാഗൽഭ്യം എല്ലാവരെയും അശക്തരാക്കി. ഈ സംഭവം ഉദ്ഘാടനം ചെയ്ത വ്യക്തിത്വത്തെ കൂടി മനസ്സിലാക്കുമ്പോഴാണ് ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഖാൻ ബഹദൂർ എന്ന പട്ടം ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ആളുകൾക്ക് അവരെ വശീകരിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് നൽകിയിരുന്ന അംഗീകാരമാണ്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നല്ല ജനസമ്മിതി ഉണ്ടായിരുന്ന ആളായിരുന്നല്ലോ ആറ്റക്കോയത്തങ്ങൾ. അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാർ നൽകിയ അംഗീകാരമാണ് ഖാൻ ബഹദൂർ പട്ടം. അത് അദ്ദേഹത്തിൻ്റെ അംഗീകാരം സ്വാധീനവും അറിയിക്കുന്നതാണ്. ഈ ഖാൻ ബഹദൂർ പട്ടം കിട്ടിയെന്ന് മാത്രമല്ല, അദ്ദേഹം തികഞ്ഞ രാഷ്ട്രീയക്കാരനായിരുന്നു. രാഷ്ട്രീയ മത്സരങ്ങളിൽ പാർലമെൻറ്റ് ഇലക്ഷനിൽ അദ്ദേഹം മത്സരിച്ചത് നമുക്കറിയാം. അദ്ദേഹത്തിനു വേണ്ടി ബാഫഖി തങ്ങൾ വോട്ടഭ്യർത്ഥിച്ചതും ദുആ ചെയ്തു കൊടുത്തതും അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടിയതും നമുക്കറിയാം. അദ്ദേഹം മത്സരിച്ച് വിജയിച്ചു വന്ന ചരിത്രവും നമുക്കറിയാം. എല്ലാ അർത്ഥത്തിലും ഉമറാക്കളുടെ കൂട്ടത്തിൽ എണ്ണാൻ കഴിയുന്ന പ്രഗത്ഭനായ അംഗീകാരമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു, രാഷ്ട്രീയ നേതാവായിരുന്നു ആറ്റക്കോയ തങ്ങൾ. ആ
ആറ്റക്കോയത്തങ്ങൾ ഉദ്ഘാടന വേളയിൽ വെച്ച് സംസാരിച്ചത് ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചായിരുന്നു. മനസ്സിലാക്കേണ്ടത്, സമസ്തയുടെ സമ്മേളനം, സമസ്തയുടെ മദ്രസയുടെ വാർഷിക സമ്മേളനത്തിൽ വെച്ച് മതവിദ്യാഭ്യാസത്തിൻ്റെ ഊന്നൽ മനസ്സിലാക്കി കൊടുത്ത് പ്രസംഗിക്കേണ്ട വേദിയെ അദ്ദേഹം മറ്റൊരു അർത്ഥതലങ്ങളിലേക്ക് അതിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ആളുകൾക്കിടയിലുണ്ടായ അസ്വാരസ്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത്. ആർക്കും അത് ദഹിച്ചില്ല. പക്ഷേ വ്യക്തിപ്രഭാവം, അദ്ദേഹത്തിൻ്റെ സ്വാധീനം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം, അദ്ദേഹം ഒരു സയ്യിദാണല്ലോ, എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തെ കൗണ്ടർ ചെയ്യാൻ ആരും ധൈര്യപ്പെട്ടില്ല എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഉദ്ഘാടന പ്രസംഗം അവസാനിച്ചതോടെ ഉച്ചഭാഷിണിയെ അഭിമുഖീകരിച്ചത് പതി മുസ്ലിയാരായിരുന്നു, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ. മന്ദസ്മിത മുഖഭാവത്തോടെ അദ്ദേഹം പറഞ്ഞു, ബഹുമാന്യരെ, ഇനി നടക്കേണ്ടത് കാര്യപരിപാടി അനുസരിച്ച് അധ്യക്ഷ പ്രസംഗമാണ്. പക്ഷേ ഇവിടെ നടന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ സയ്യിദ് അവർകൾ പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് അക്കാര്യം പൊതുജനങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അധ്യക്ഷൻ അതിന് സമ്മതം കൊടുത്തു. മനസ്സിലാക്കേണ്ടത്, ബഹുമാനപ്പെട്ട ആറ്റക്കോയത്തങ്ങൾ ഉദ്ഘാടനം കഴിഞ്ഞ് വേദിയിലിരിക്കെ തന്നെയാണ് അധ്യക്ഷ പ്രസംഗത്തിൻ്റെ മുൻപ് ദീനു പറയാൻ വേണ്ടി, ദീനിന് വിരുദ്ധമായ നിലക്ക് ആ ഒരു സമ്മേളന നഗരിയെ, ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകളുടെ മനസ്സുകളെ മറ്റൊരു ധ്രുവത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചതിനെതിരെ നന്നായി മനസ്സിലാക്കേണ്ടത്, ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള, അംഗീകാരമുള്ള വ്യക്തികൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും തെറ്റാണെങ്കിൽ അത് തിരുത്തിയിട്ടില്ലെങ്കിൽ, പ്രത്യേകിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പോലെയുള്ള ഒരു പണ്ഡിത സഭ ഏതൊരു വിഷയത്തിലേക്കും സമസ്ത എന്തു പറയുന്നു എന്ന് ജനങ്ങൾ നോക്കിക്കാണുന്ന, അള്ളാഹു ജനഹൃദയങ്ങളിൽ ഖബൂലിയത്ത് നൽകിയിട്ടുള്ള ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനം മൗനം പാലിച്ചാൽ, ആ പ്രസ്ഥാനം തെറ്റ് തിരുത്താതിരുന്നാൽ, തെറ്റ് ഉറക്കെ പറയാതിരുന്നാൽ, തീർച്ചയായും അത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഭാഗമാണോ എന്ന് ജനങ്ങൾ സന്ദേഹിച്ചു പോകും. ജനങ്ങൾ ആ വഴികേടിലേക്ക് സഞ്ചരിച്ചു പോകും. അതുകൊണ്ട് അവിടെ ദൗത്യം നിർവഹിക്കേണ്ടത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും അതിൻ്റെ പണ്ഡിതന്മാരുടെയും ഉത്തരവാദിത്തമായിരുന്നു. ആ ഉത്തരവാദിത്തമാണ് സ്ഥലകാല സാഹചര്യങ്ങളെ മാനിക്കാതെ, വ്യക്തിപ്രഭാവങ്ങളെ മാനിക്കാതെ അള്ളാഹുവിൻ്റെ ദീന് പറയാൻ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരെ പ്രേരിപ്പിച്ചത്. അദ്ദേഹം ഇങ്ങനെ തുടർന്നു പറഞ്ഞു, ദീനി ഉലൂമിൻ്റെ പ്രാധാന്യത്തെ എടുത്തുകാട്ടാനുള്ള ഈ സമ്മേളനത്തിൽ ഉദ്ഘാടന പ്രസംഗകൻ വിവരിച്ചത് ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. ഭൗതിക വിജ്ഞാനത്തിൽ ഒരാൾ എത്ര തന്നെ പുരോഗതി നേടിയാലും ഇസ്ലാം അതിന് സ്ഥാനം കൽപ്പിക്കുന്നില്ല. ഇസ്ലാമിൻ്റെ പ്രാരംഭഘട്ടത്തിൽ മക്കാ മുശ്രിക്കുകളുടെ പ്രാധാന്യമർഹിക്കുന്ന സംഘടനയായിരുന്നു ദാറുൻ നദ്വ. അതിൽ 40 വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമേ അംഗത്വം നൽകിയിരുന്നുള്ളൂ. എന്നാൽ അക്കാലത്ത് പ്രായം കുറഞ്ഞവനും ആയുധാഭ്യാസം, പ്രസംഗവൈഭവം, കുശാഗ്രബുദ്ധി, മനക്കരുത്ത് തുടങ്ങി എല്ലാ യോഗ്യതകളും ഒത്തുകൂടിയ ഒരു വ്യക്തിയായിരുന്നു അംർ ബിനു ഹിഷാം. അവൻ്റെ കഴിവ് മാനിച്ചുകൊണ്ടാണ് 40 തികഞ്ഞിട്ടില്ലെങ്കിലും ദാറുൻ നദ്വത്തിൻ്റെ പ്രസിഡന്റായി മക്കക്കാർ അവനെ തെരഞ്ഞെടുത്തത്. മാത്രമല്ല, അബുൽ ഹക്കം, ന്യായസ്ഥൻ എന്ന ടൈറ്റിൽ നൽകി അവനെ ആദരിക്കുകയും കൂടി ചെയ്തു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, വിജ്ഞാനത്തിൻ്റെ പരമോന്നത സ്ഥാനം കൈവരിച്ച അംർ ബിൻ ഹിഷാമിനെ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരം കെട്ടവരുടെ പിതാവ് എന്നർത്ഥം വരുന്ന അബൂജഹൽ എന്നാണ് വിളിച്ചത്. ഇവിടെ ഉദ്ഘാടന പ്രസംഗം ചെയ്ത മാന്യൻ അബൂജഹലിൻ്റെ ചരിത്രമെങ്കിലും പഠിച്ചിരുന്നെങ്കിൽ പണ്ഡിതന്മാരുടെ ഈ സദസ്സിൽ ഇങ്ങനെയല്ലായിരുന്നു പറയുക. കൂടാതെ വിദ്യാഭ്യാസത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഇമാം ഗസാലിയുടെ ഇഹ്യയെപ്പറ്റിയും ഉദ്ഘാടകൻ ഇവിടെ ഉദ്ധരിച്ചു കേട്ടു. ആ മഹൽ ഗ്രന്ഥത്തിൻ്റെ പേരുപോലും മുഴുവൻ അദ്ദേഹം ഗ്രഹിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ പറയുകയില്ലായിരുന്നു. ഇമാം ഗസാലിയുടെ ആ ഗ്രന്ഥത്തിൻ്റെ പേര് ഇഹ്യാ ഉലൂമുദ്ദീൻ എന്നാണ്, ഇഹ്യാ ഉലൂമുദ്ദുനിയ എന്നല്ല. ഈ സത്യമെങ്കിലും ഉദ്ഘാടകനെ പോലുള്ള പ്രശസ്തന്മാർ മനസ്സിലാക്കണം. നോക്കൂ, എത്ര രൂക്ഷമായിട്ടാണ് ബഹുമാനപ്പെട്ട പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവിടെ ഉദ്ഘാടന ഭാഷകൻ്റെ പ്രസംഗത്തെ ഖണ്ഡിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തി നോക്കിയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങൾ നോക്കിയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ മഹത്വവും അംഗീകാരവും നോക്കിയിട്ടില്ല. മറിച്ച് ദീനിന് വിരുദ്ധമായതാണ് പറഞ്ഞത് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഉടനെ എഴുന്നേറ്റ് നിന്ന് മറുപടി പറഞ്ഞു പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ. സമസ്ത അതിൻ്റെ ദൗത്യം കൃത്യമായി അവിടെ നിർവഹിച്ചു. ആ സന്ദർഭത്തിൽ, ഏത് സന്ദർഭത്തിൽ? പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ മറുപടി പറഞ്ഞ സന്ദർഭത്തിൽ പ്രസംഗം ശ്രവിച്ച ലക്ഷക്കണക്കായ ജനങ്ങളിൽ നിന്നും പൊന്തി വന്ന ആവേശം ഇവിടെ പകർത്തുക സാധ്യമല്ല. ആവേശം പ്രകടിപ്പിച്ച് തക്ബീർ ചൊല്ലിക്കൊണ്ടായിരിക്കും. തക്ബീറൊക്കെ ഇന്ന് വലിയ പാതകമായി മാറുന്ന ഒരു കാലമാണല്ലോ. ജനങ്ങൾ അവരുടെ അംഗീകാരമായി അറിയിക്കുന്ന, ഉച്ചത്തിൽ ആരവം മുഴക്കുന്ന അടയാളമായി തക്ബീറുകൾ മാറിയിരുന്ന ഒരു കാലം ഇന്ന്
ആർക്കെങ്കിലുമൊക്കെ ജനങ്ങൾ തക്ബീർ ചൊല്ലിയാൽ അവരെ ഏതോ ഒരു വിഭാഗമായി അവരെ പാർശ്വവൽക്കരിക്കുന്ന ഒരു കാലത്താണല്ലോ നാം നിലകൊള്ളുന്നത്. ഞാൻ തമാശ പറഞ്ഞതാണ് മുസ്ലിയാരെ, ക്ഷമിക്കണം. ആറ്റക്കോയ തങ്ങൾക്ക് മാപ്പ് പറയേണ്ടി വന്നു. ആലിം മതം പറഞ്ഞപ്പോൾ സയ്യിദിന് അബദ്ധം പറ്റിയതിന് സയ്യിദ് ആ വേദിയിൽ വെച്ച് മാപ്പ് പറഞ്ഞു പോയതാണ് ദീനിന്റെ പാരമ്പര്യം. ഇതാണ് ദീനിന്റെ പാരമ്പര്യമെങ്കിൽ, തങ്ങന്മാരുടെ പാരമ്പര്യമെങ്കിൽ, അതിനെതിരായിട്ടാണ് ചില തങ്ങന്മാരിൽ നിന്നും പണ്ഡിതന്മാരിൽ നിന്നും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. താൻ ചെയ്ത തെറ്റ് ചൂണ്ടിക്കാട്ടിയപ്പോൾ അത് തിരുത്താൻ ആവശ്യപ്പെട്ടപ്പോൾ താൻ ചെയ്തത് തെറ്റാണോ എന്ന് അന്വേഷിക്കാതെ അതിൽ തെറ്റുണ്ടെങ്കിൽ പരിശുദ്ധ ദീനിന്റെ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പരസ്യമായി തന്നെ തെറ്റാണെന്ന് പറയാനുള്ള ആർജവം കാണിക്കാതെ അത് ചൂണ്ടിക്കാണിച്ച് തിരുത്തണമെന്നാവശ്യപ്പെട്ട പണ്ഡിതന്മാരെ ഭീഷണിപ്പെടുത്തി അവരോട് മാപ്പ് പറയണമെന്നാവശ്യപ്പെടുന്ന ചില തങ്ങന്മാരെയാണ് നമുക്ക് ഈ ആധുനിക കാലഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. അത് കേൾക്കുമ്പോഴേക്ക് ഞങ്ങൾ ആ തങ്ങളെയല്ല ഉദ്ദേശിച്ചത്, ഈ തങ്ങളെയല്ല ഉദ്ദേശിച്ചത്, അങ്ങനെ തങ്ങൾ ഉദ്ദേശിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയാൻ തയ്യാറാകുന്ന, തന്റെ പക്ഷം ശരിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടും തങ്ങന്മാർക്കും രാഷ്ട്രീയക്കാർക്കും വഴങ്ങിക്കൊടുക്കുന്ന പണ്ഡിതന്മാരെയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ തരത്തിലായിരുന്നു ഈ തങ്ങളും പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാവ് പതി ഉസ്താദ് എടുത്ത നിലപാടെന്ത്, ഇപ്പോഴുള്ള പണ്ഡിതന്മാരെടുത്ത നിലപാടാണോ എന്നുകൂടി അറിയാൻ വേണ്ടി ബാക്കി ഭാഗം കൂടി നമുക്ക് കേൾക്കാം. പരിപാടി അവസാനിച്ചാൽ പതി മുസ്ലിയാരെ മമ്പുറത്ത് കൂട്ടി വരണം എന്ന സമ്മേളന ഭാരവാഹികളെ ഏൽപ്പിച്ചുകൊണ്ടായിരുന്നു തങ്ങൾ പോയത്. അപ്പൊ തങ്ങൾക്ക് ഈ ആലിമായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ തന്റെ തെറ്റ് പരസ്യമായി തിരുത്തിയത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ പറയണം, മമ്പുറത്ത് വരാൻ വേണ്ടി പറയണം. അങ്ങനെ ആ പരിപാടി അവിടെ അവസാനിച്ചു. അങ്ങനെ പ്രസംഗത്തിനു ശേഷം മമ്പുറത്തേക്ക് ആറ്റക്കോയ തങ്ങൾ ക്ഷണിച്ചിരുന്നാൽ പരിപാടി കഴിഞ്ഞ് പിറ്റേ ദിവസം പതി മുസ്ലിയാരും മറ്റു ചിലരും കൂടി മമ്പുറത്തെത്തി. സിയാറത്തിനു ശേഷം ഖാൻ ബഹദൂറിന്റെ വീട്ടിൽ പോയി തങ്ങളെ കണ്ടു. തലേ ദിവസത്തെ പതിയുടെ പ്രസംഗത്താൽ തനിക്കുണ്ടായ അപമാനത്തെ തുടർന്ന് അല്പം ഗർവിഷ്ഠ ഭാവത്തിലായിരുന്നു ഖാൻ ബഹദൂറിന്റെ ഇരുത്തം. ജനമധ്യത്തിലാണല്ലോ അദ്ദേഹത്തെ തിരുത്തിയത്. അവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, അദ്ദേഹം രഹസ്യമായിട്ടല്ലല്ലോ ആ അബദ്ധം പറഞ്ഞത്. പരസ്യമായിട്ട് പറഞ്ഞാൽ പരസ്യമായിട്ട് തിരുത്തണം, രഹസ്യമായിട്ട് ചെയ്താൽ രഹസ്യമായിട്ട് തിരുത്തണം. കാരണം ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള, അംഗീകാരമുള്ള ആളുകൾ ചെയ്യുന്നത് ദീനിന്റെ ഭാഗമാണ് എന്ന് സാധാരണക്കാരായ പൊതുജനങ്ങൾ തെറ്റിദ്ധരിച്ചാൽ അത് വലിയ ഗൗരവമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ അങ്ങനെ തിരുത്തിയത്. ഏതാണെങ്കിലും മുഖതാവിൽ സലാം പറഞ്ഞ ശേഷം പതി മുസ്ലിയാരോട് തങ്ങളുടെ പ്രതികരണം അല്പം ഗൗരവത്തോടെ തന്നെയായിരുന്നു. നിങ്ങൾ മലബാറിൽ വന്ന് മുസ്ലിങ്ങളിൽ കുഴപ്പമുണ്ടാക്കാനാണ് പുറപ്പാട് എങ്കിൽ നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കേണ്ടി വരും. ഭീഷണിയാണ്. ഗ്രാമഗ്രാമാന്തരം നാടുകളിലുടനീളം സ്റ്റേജുകൾ കെട്ടി ആദർശം അമാനത്താണ് എന്നൊക്കെ പറഞ്ഞ് ആശയം ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന തോതിൽ സമസ്തയുടെ ആശയം പറഞ്ഞതിനെതിരെ ആറ്റക്കോയത്തങ്ങൾ തൻ്റെ പരിഭവം പ്രകടിപ്പിച്ചു. എങ്കിൽ നിങ്ങളൊരു പാഠം പഠിപ്പിക്കേണ്ടി വരും എന്നാണ് അദ്ദേഹം ഭീഷണിപ്പെടുത്തിയത്. ഇത് കേട്ട് ഒട്ടും കുലുങ്ങാതെ പതി ഇങ്ങനെ മറുപടി പറഞ്ഞു, കുഴപ്പമുണ്ടാക്കൽ എൻ്റെ പരിപാടിയല്ല. നിങ്ങളുടെ വല്യുപ്പാപ്പയായ അഷ്റഫുൽ ഖൽക്ക് കൊണ്ടുവന്ന ദീനിനെ പറയലാണ് എൻ്റെ കർത്തവ്യം. അത് ഞാൻ നിർവഹിക്കുന്നു. എൻ്റെ ഒരു രോമത്തിനു പോലും പോറലേൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾ എന്നെ എതിർത്താൽ നിങ്ങളുടെ ഉപ്പാപ്പയായ സയ്യിദ് അലവി തങ്ങൾ അടക്കം എന്നെ സഹായിക്കാനുണ്ടാകും. ഭരണതലത്തിലെ സ്വാധീനം ഉപയോഗിച്ച് നിങ്ങൾ ഇഷ്ടപ്രകാരം ചെയ്തോളൂ. ഭീഷണിക്ക് തെല്ലും വഴങ്ങിയില്ല. ഒരു ക്ഷമാപണം തങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് അല്ലാഹുവിനോടെ പറയൂ. ആ ഒരു സ്റ്റാൻഡിലാണ് ബഹുമാനപ്പെട്ട പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ നിന്നത്. പതിയുടെ ഈ മറുപടി കേൾക്കേണ്ട താമസം തങ്ങൾ കസേരയിൽ നിന്നും എണീറ്റു പതിയെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചു. ഞാൻ തമാശ പറഞ്ഞതാണ് മുസ്ലിയാരെ, ക്ഷമിക്കണം. ഇവിടെ 2ാം തവണയാണ് ആറ്റക്കോയ തങ്ങൾ ക്ഷമാപണം നടത്തുന്നത്. ഈ അപേക്ഷ കേട്ടപ്പോൾ അവിടെ കൂടിയവരുടെ കണ്ണുകൾ നിറഞ്ഞു. പിന്നീട് പതിക്ക് തങ്ങളുടെ വക വമ്പിച്ച സൽക്കാരം ഏർപ്പെടുത്തി. അതും അടിവരിട്ട് മനസ്സിലാക്കേണ്ടതാണ്. തൻ്റെ തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അത് ഉൾക്കൊള്ളാനാണ് തയ്യാറായത്. അല്ലാതെ നിങ്ങൾ ചെയ്തത് തെറ്റായി, പൊതുജന മധ്യത്തിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ആക്ഷേപിച്ചത്, അതുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ പോയി അതിന് ക്ഷമാപണം നടത്തിയിട്ട് വരണം എന്ന ധിക്കാരപരമായ ഒരു സമീപനമല്ല സയ്യിദ് അവർകൾ നിർവഹിച്ചത്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ. തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.